നമ്പ്യാർ സാർ ഇത് എന്തായി പറയുന്നേ? അപ്പൊ വരനോ? വരനോ? ദേ ഇവൻ എന്റെ കൊച്ചുമകൻ സാറേ. ആദി. അയ്യോ, അല്ലെങ്കിൽ ഇവിടെ കൂടി നിൽക്കുന്നവരെങ്ങനെയാ പെരുമാറുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇവന്റെ മിച്ചവും കിട്ടില്ല. വെളിച്ചോണ്ട് പോടാ. എടി, എന്റെ മോനെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നീ തല്ലി. ഞാനിവനെ ഒരു ഈർക്കിലുകൊണ്ട് പോലും തല്ലിയിട്ടില്ല. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. അതിൻ്റെതാ മോൻ ഇങ്ങനെ വഷളായി പോയതെന്നല്ലേ? ആയിക്കോട്ടെ, അത് ഞാൻ അങ്ങ് സഹിച്ചു. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഈ കല്യാണം മുടക്കിയിട്ട് നീ സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതണ്ട. നിന്നെ കെട്ടുന്നവൻ ആരായാലും അവനോടൊപ്പം മനസമാധാനമായിട്ട് ജീവിക്കാനേ ഈ ജാനകി സമ്മതിക്കില്ല. ഇനി അങ്ങോട്ട് നിന്റെ പുറകിൽ ഈ ജാനകി ഉണ്ടാവും. ഓർത്തോ നീ? ജാനകി ഇങ്ങോട്ട് വരാൻ. ഒരു മിനിറ്റ്. എങ്ങോട്ടാണ്? അവളുടെ സംശയമുണ്ട്. മാനസിയാണെന്നോ? എടേ, മോഹിച്ചതൊക്കെ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. നിന്നെ ഞാൻ വിട്ടുകളയൂല. ഓർത്തോ നീ? പാളു, ആദി, മാളുവിന്റെ ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചത്? നിന്നോടാ ഞാൻ ചോദിച്ചത്. അതെ മുത്തശ്ശ. എന്നിട്ട് നീ എന്താ എന്നോട് പറഞ്ഞത്? ചെറുക്കൻ നല്ലവനാണ്, നല്ല കുടുംബമാണ്, ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെയല്ലേ നീ എന്നോട് പറഞ്ഞത്? എന്താലോചിച്ചിട്ടാടാ നീ എന്നോട് ഇതൊക്കെ വന്ന് പറഞ്ഞത്? മുത്തശ്ശ, അത് മുത്തച്ഛ എന്തോ നാടാ ഇതൊക്കെ? അവൻ മുഴുക്കുടിയനാണെന്ന് നിനക്കറിയാൻ വയ്യായിരുന്നോ? ഇവിടെ വാ. ആദ്യയുടെ കൂടെ നീയും പോയില്ലായിരുന്നോ ആ പയ്യനെ കുറിച്ച് അന്വേഷിച്ചറിയാൻ? പോയല്ലോ. എന്നിട്ട് ഇവൻ പറഞ്ഞു തന്നെയാണോ ആ പയ്യനെ കുറിച്ച് അന്വേഷിച്ചപ്പോ കിട്ടിയ അറിവ്? ആണോന്ന്? അല്ല നമ്പ്യാർ സാറേ. ദാസപ്പ. ഓ നമ്പ്യാർ സാറേ. എത്ര കാലമായിടോ താൻ എന്റെ കൂടെ കൂടിയിട്ട്? ആ ദാസപ്പൻ എന്നെ ചതിച്ചെന്ന് ഞാൻ വിശ്വസിക്കണോ? അയ്യോ നമ്പ്യാർ സാറേ, എന്റെ നമ്പ്യാർ സാറിനെ ഞാൻ ചതിക്കാനോ? ചതി അല്ലെങ്കിൽ പിന്നെ എന്താ ദാസപ്പ ഇത്? നടന്നത് എന്താണെന്ന് പറയടോ. അവനെ നോക്കാനല്ല പറഞ്ഞത്, എന്റെ കണ്ണി നോക്കി പറയാൻ. ഞാൻ ആദിക്കുഞ്ഞ് പറഞ്ഞിട്ട്. ഇത്ര തങ്കപ്പെട്ടൊരു പയ്യനെ കിട്ടിയത് മാളുവിന്റെ ഭാഗ്യ. വലിയില്ല, പൊടിയില്ല, മുറുക്കില്ല, കുടിയാണെങ്കിൽ തീരെയില്ല. അത്രയ്ക്ക് സത്യസന്ധനായ ചെറുപ്പക്കാരനാ. ഞാൻ പറഞ്ഞത് അതുപോലെ മുത്തശ്ശനോട് പറഞ്ഞാൽ മതി. തെറ്റുപറ്റിപ്പോയി നമ്പ്യാർ സാറേ, തെറ്റുപറ്റിപ്പോയി. ആദിക്കുഞ്ഞ് പറഞ്ഞപ്പോ എതിർക്കാനായില്ല. എന്റെ നമ്പ്യാർ സാറിനോട് ഞാൻ കള്ളം പറഞ്ഞു പോയി. സാർ എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം നമ്പ്യാർ സാറേ. മാപ്പ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം വഴിമുട്ടിച്ചല്ലടാ. അത് നീ കാരണം അപമാനിക്കപ്പെട്ടത് അവളും അവളുടെ കുടുംബവുമാണ്. മുത്തശ്ശ, ഞാൻ ഇങ്ങോട്ട്
നടക്കാം. നമ്പ്യാർ സാറേ, മുത്തശ്ശൻ അയ്യോ രവീന്ദ്ര, സുധേ, നിങ്ങൾ വിഷമിക്കണ്ട. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടന്നിരിക്കും. നമ്പ്യാർ സാർ ഇത് എന്തായി പറയുന്നേ? അപ്പൊ വരനോ? വരനോ? ദേ, ഇവൻ എന്റെ കൊച്ചുമകൻ സാറേ. ആദി. അയ്യോ, ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെ മാളുവിനെ ആദി വിവാഹം കഴിക്കും. അത് നടക്കില്ല. നീ എന്താ പറഞ്ഞത്? മുത്തശ്ശന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ല. നീ ചെയ്ത കർമ്മത്തിന്റെ ഫലം നീ തന്നെ അനുഭവിക്കണം. അനുഭവിച്ചേ പറ്റൂ. അതിന് മാറ്റമൊന്നുമില്ല. എടാ, നീ ഒരുത്തൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്? എന്നിട്ട് നിനക്ക് അല്പം പോലും കുറ്റബോധമില്ലേ? ഒരു പെൺകുട്ടിയുടെ ഭാവി തകർത്തത് നീ ഒറ്റ ഒരുത്തനാണ്. കുമാരനെ കുറിച്ചും അവന്റെ കുടുംബത്തെക്കുറിച്ചും അന്വേഷിക്കാൻ ഞാൻ നിന്നെയാണ് ഏൽപ്പിച്ചത്. അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അന്ന് തന്നെ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതുവരെ എത്തുമായിരുന്നോ? അന്ന് ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ആ പയ്യൻ നല്ലവനല്ലെങ്കിൽ മാളുവിന് മറ്റൊരു ബന്ധം നോക്കാമെന്ന്. ഇന്ന് ഈ കുടുംബത്തെയും മാളുവിനെയും ഞങ്ങളെ എല്ലാവരെയും ഈ അവസ്ഥയിൽ എത്തിച്ചേ നീ ഒറ്റ ഒരുത്തനാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്ന് നീ കരുതണ്ട. എന്തിനാടാ ഇതൊക്കെ ചെയ്തത്? ഞാനിത് എന്തിനാ ചെയ്തതെന്ന് മുത്തശ്ശൻ അറിയണോ? അറിയണം. എന്റെ ചേച്ചിക്ക് വേണ്ടി. എന്റെ ചേച്ചിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. സ്വന്തമായ ഒരു ജീവിതം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എന്റെ ചേച്ചിയെ ഒരു സാധാരണ സ്കൂൾ മാഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചപ്പോ മുത്തശ്ശൻ ഒരു കുറ്റബോധവും തോന്നിയില്ലേ?